ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഒരു പ്രതിരോധ കരാർ ഉണ്ടായിരിക്കുകയാണ്. പലപ്പോഴും സംശയം തോന്നാം എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ള കാര്യത്തിന്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും LTT പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടായിരുന്ന സാഹചര്യം കാരണം ഇന്ത്യ ഗവൺമെന്റ് പലപ്പോഴും ശ്രീലങ്കയുമായിട്ടൊരു ഡിഫൻസ് കരാറൊന്നും ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ തമിഴ് രാഷ്ട്രീയത്തെ അത് സ്വാധീനിക്കും എന്നുള്ളതുകൊണ്ട് അവിടെ അത് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഉള്ളതുകൊണ്ട് അത് ചെയ്യാൻ കഴിയാതെ പോയിരുന്നു. എന്നാൽ LTTയുടെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല. അതൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഇപ്പോൾ ഡെവലപ്പ് ആവുകയാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആ ഒരു പ്രതിരോധ കരാറിന്റെ കാരണവും അത് തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുക്കിയിരുന്ന സ്വീകരണം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. എന്ന് വെച്ചാൽ ഡ്രോണില് ഇന്ത്യയുടെ പതാകയും നരേന്ദ്രമോദിക്ക് സ്വീകരണം എഴുതിയ ബാനറൊക്കെ തൂക്കിയിട്ട്, അതുപോലെ തന്നെ നരേന്ദ്രമോദി വന്ന സമയത്ത് അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന സമയത്ത് പീരങ്കിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇന്ന് വരെ ഒരു ശ്രീലങ്കയിൽ ഒരു ഭരണാധികാരിക്കും അവർ കൊടുക്കാത്ത ഒരു സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുക്കിയത്. ഇത് ഇന്ത്യ ശ്രീലങ്ക ബന്ധം വളരെ സ്ട്രോങ് ആവുന്നു എന്നതിന്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഈ പുതിയ ഡിഫൻസ് കരാറ് ഉൾപ്പെടെ പല പുതിയ എഗ്രിമെന്റുകളും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ ശ്രീലങ്കയുടെ സൈന്യത്തിന് പരിശീലനം നൽകും, സാങ്കേതിക വിദ്യയും മറ്റ് സൈനിക വിവരങ്ങളും രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അതോടൊപ്പം തന്നെ ഒന്നിച്ചുള്ള മിലിറ്ററി എക്സസൈസുകൾ ഉണ്ടാകും. ആ ഒരു റീജിയന്റെ സുരക്ഷ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അത് നിർവഹിക്കും. അത് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനത്തിൽ 7 സുപ്രധാനപ്പെട്ട കരാറുകളിലാണ് ഒപ്പുവെച്ചത്. അതിലൊന്നാണ് സൈനിക രംഗത്തെ സഹകരണത്തിനായിട്ടുള്ള കരാറ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിനിടെ സുപ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ശ്രീലങ്കയുടെ പ്രസിഡന്റ് നടത്തി. ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ യാതൊരു സമീപനവും ശ്രീലങ്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നും ശ്രീലങ്കൻ മണ്ണ് അതിനായി ആരും പ്രയോജനപ്പെടുത്തുകയില്ല എന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ചൈനയുടെ പല കപ്പലുകളും, മുങ്ങിക്കപ്പലുകളും, അതുപോലെ തന്നെ റിസർച്ച് ഷിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല അവരുടെ സ്പൈ ഷിപ്സ് ഒക്കെ ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീലങ്കയിൽ വന്ന് നങ്കൂരമിടാറുണ്ട്. അപ്പോൾ ഇത്തരം ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടായിരിക്കും തങ്ങളുടെ തീരുമാനങ്ങൾ എന്നാണ് ശ്രീലങ്ക പറയുന്നത്. ഇന്ത്യയും UAEയും ശ്രീലങ്കയും ചേർന്ന് കണ്ട് ഒരു എനർജി ഹബ്ബ് അവിടെ ഡെവലപ്പ് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ട്രിങ്കോമാലി എനർജി ഹബ്ബ് വികസനം. ഈ ഒരു വികസനത്തിന് ഇന്ത്യ, UAE, അതോടൊപ്പം തന്നെ ശ്രീലങ്ക, ഈ 3 രാജ്യങ്ങളും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നടത്തുന്നത്. അതായത് ശ്രീലങ്കയുടെ ഈസ്റ്റേൺ പാർട്ടിൽ ഒരു സ്ട്രാറ്റജിക് പോർട്ട് സിറ്റി അടക്കം ഉൾപ്പെടുന്ന ഒരു വലിയൊരു എനർജി ഹബ്ബാണ് പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒരു സോളാർ പവർ പ്രോജക്റ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക ബന്ധം ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു മികച്ച നിലയിലേക്ക് എത്തുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ദിശനായിക എന്ന് പറയുന്ന പ്രസിഡന്റ് അദ്ദേഹം ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ശ്രീലങ്കൻ എക്കണോമി അതിൻ്റെ ഒരു കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. 2023 ശ്രീലങ്കയിലേക്ക് ടോട്ടൽ എത്തിയ ടൂറിസ്റ്റുകളിൽ ഏതാണ്ട് 20% ഇന്ത്യക്കാരായിരുന്നു. ഏതാണ്ട് 3 ലക്ഷത്തിലധികം പേരാണ് ഇന്ത്യയിൽ നിന്ന് ടൂറിസ്റ്റുകളായിട്ട് അവിടെ എത്തിയത്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്കയിലേക്ക് വരുന്നത് റഷ്യക്കാരാണ്. ഏതാണ്ട് 1,90,000 പേരാണ് 2023 എത്തിയത്. അതുപോലെ തന്നെ ഇപ്പൊ 2024 ഏതാണ്ട് 4,16,000 ആൾക്കാരാണ് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് എത്തിയത്. റഷ്യയിൽ നിന്ന് 2 ലക്ഷം പേരും പോയി. ചൈനയിൽ നിന്ന് 1,30,000 പേരാണ് പോയത്. അപ്പോൾ ടൂറിസ്റ്റുകളുടെ എണ്ണം എടുത്താൽ ചൈനയുടെയൊക്കെ ഇരട്ടിയിലധികം ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ശ്രീലങ്കൻ എക്കണോമിക്ക് ഇന്ത്യ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ സമീപകാലത്തായിട്ട് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ കൈവരിച്ചിരിക്കുന്ന ഒരു സ്വാധീനമുണ്ട്. അകലെ കിടക്കുന്ന റഷ്യ അല്ലെങ്കിൽ ചൈന എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെക്കാൾ ശ്രീലങ്കയ്ക്ക് എപ്പോഴും ഒരു ആപത്ഘട്ടത്തിൽ ആദ്യം എത്തുന്നത് ഇന്ത്യയാണ്. അതിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണെങ്കിലും ആദ്യം സഹായം എത്തിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് തന്നെയാണ് തങ്ങളുടെ രാജ്യത്തിന് നല്ലത് എന്നുള്ള ഒരു ബോധ്യം കൂടി ഇപ്പോൾ ശ്രീലങ്കയ്ക്കുണ്ട്. അതുകൂടി കൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇങ്ങനത്തെ ഒരു സ്വീകരണം ഒരുക്കിയത്. നോക്കൂ, ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിക്കും ഒരു ഫോറിൻ ലീഡറിനും ശ്രീലങ്ക ഇത്രയും വലിയൊരു സ്വീകരണം ഒരുക്കിയിട്ടില്ല. അത് ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ, ചൈനയിൽ നിന്നായിക്കോട്ടെ, അമേരിക്കയിൽ നിന്നായിക്കോട്ടെ, ഒരു ഫോറിൻ ലീഡറിനും ശ്രീലങ്ക ഇങ്ങനത്തെ ഒരു സ്വീകരണം ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഇന്ത്യക്ക് അവർ കൊടുക്കുന്ന പ്രാധാന്യം അത്രത്തോളമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.